മുറുക്കിൻ്റെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കല്യാണ മുറുക്കാണ്, ഈ ഫംഗ്ഷനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അത് പ്രത്യേകതരം മുറുക്കാണ്. അത് വലുതുമുണ്ട് ചെറുതുമുണ്ട്. അപ്പോൾ ഓണർ തന്നെ വലിയ മുറുക്കൊക്കെ നന്നായിട്ട് നല്ല കൈത്തഴക്കമുള്ള ആളാണ് ഈ ഹൗസ് ഓണർ ലേഡി രാധ എന്ന് പറഞ്ഞിട്ട്. പുള്ളിക്കാരി അവിടെ നിന്നിട്ട് വലിയ മുറുക്ക് ചുറ്റുമാണ്. ഒരു സൈഡിലെ മുറുക്ക് വറുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചുറ്റും നടക്കുന്നുണ്ട്. പണിക്കാരൊക്കെ ഉണ്ട് ആവശ്യത്തിന്. ഒരു ഉണ്ട തീരുമ്പോൾ അടുത്ത ഉണ്ട വെച്ചിട്ട് അതിനെങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. മുറുക്കിൻ്റെ ചുറ്റിൽ കാണുന്നുണ്ടല്ലോ, ഇത് ഒരു 5 ചെറിയ ചെറിയ ഉരുളകൾ ഉരുട്ടിയിട്ട് അത് ഒരു ഉരുള ഇങ്ങനെ കംപ്ലീറ്റ് ചുറ്റി തീരുമ്പോൾ അടുത്തത് വെച്ചിട്ട് അതിലേക്ക് ജോയിൻ ചെയ്യാണ്. ഇത് ശരിക്കും നല്ല സ്കില്ല് വേണ്ട ഒരു കാര്യമാണ്. ശരിക്കും കൈത്തഴക്കം വേണം നന്നായിട്ട്. പക്ഷെ പുള്ളിക്കാരി നല്ലതായിട്ട് മുറുക്ക് ചുറ്റും. പിന്നെ അതുപോലെ നന്നായിട്ട് കോലം വരയ്ക്കും, വലിയ വ്യത്യസ്തമായ ഡിസൈൻസിലൊക്കെ. ഭയങ്കര ആർട്ടിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതിപ്പോൾ 5 വരി മുറുക്ക്, ഇത് 7 വരി 9 വരി അല്ലേ 11 ഇങ്ങനെ ഡിഫറെൻറ്റ് ഓർഡർ അനുസരിച്ചിട്ടാണ്. അത് ഓരോ ഫംഗ്ഷനും അതിൻ്റെ പ്രത്യേകത അനുസരിച്ചിട്ടാണ്. ഈ 11 വരുന്നത് എങ്ങനെയാണ്? 11 വരി റൗണ്ട്. അത് ഏത് ടൈപ്പ് ഫംഗ്ഷനാണ്? കല്യാണ ഫംഗ്ഷൻ. ഇത് അങ്ങനെ പറഞ്ഞിട്ടില്ല അല്ലേ? 5 വരി. 11 ആണെങ്കിൽ ഭയങ്കര വലിയ മുറുക്കായിരിക്കും അല്ലേ? പെരുസായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് രീതി. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞാൽ ഇത് അരിപ്പൊടി അല്ലേ, അരിമാവ്, ബോയിൽഡ് റൈസ്, പുഴുക്കലരിയുടെ മാവും പിന്നെ ഉഴുന്നിൻ്റെ പൊടിയും ബട്ടർ, ഇത് 3 കോമ്പിനേഷൻ. വെള്ളം ഒഴിച്ചിട്ട് കുഴക്കും അല്ലേ? അപ്പോൾ പ്രൊപ്പോർഷൻ 1 കിലോ റൈസിന് 100 ഗ്രാം ഉഴുന്നുപൊടി, 100 ഗ്രാം ഉഴുന്നിൻ്റെ പൊടി, പിന്നെ 100 ഗ്രാം ബട്ടർ, കുറച്ച് വെള്ളം കുഴച്ച് വെച്ചിട്ട് ഉടനെ തന്നെ ചുറ്റി തുടങ്ങും അല്ലേ? അല്ലാതെ കുറച്ച് നേരം അങ്ങനെ മാറ്റി വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ തീ വളരെ കറക്റ്റ് ക്രമീകരിക്കണം അല്ലേ? ചൂട് കറക്റ്റ് ആയിരിക്കണം. നല്ല ചൂട്. എന്നിട്ട് തീ கொஞ்சம் 3/4 വേക്കായിട്ടപ്പുറം കുറച്ചിട്ട്. ഓക്കെ. തുടക്കത്തിൽ നല്ല ചൂടായിരിക്കണം എണ്ണയ്ക്ക്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 13/4 ഭാഗം എന്ത് കഴിഞ്ഞാൽ പിന്നെ തീ കുറച്ചിട്ടിട്ട് വറുത്തെടുക്കുന്നു. അതാണ് സിസ്റ്റം. അപ്പോൾ ഇതാണ് കല്യാണ മുറുക്ക്, ഫംഗ്ഷൻ മുറുക്ക്. ഇങ്ങനെ ചുറ്റി വെച്ച മുറുക്ക് ഇനി എണ്ണയിലേക്ക് ഇട്ടിട്ടാണ് വറുത്ത് വരുന്നത്. പാത്രത്തോടു കൂടിയാണ് ആദ്യം ആ എണ്ണയിലേക്ക് എടുത്ത് ഇടുന്നത്. ഇതിപ്പോൾ ആദ്യം പ്ലേറ്റോടു കൂടി അങ്ങോട്ട് ഇടുകയാണ്. അതിൽ നിന്നും ഒരു പകുതി ഇതായിട്ടില്ല, ക്രിസ്പി ആയിട്ടില്ല, ഇതിങ്ങനെ പകുതി ഇടും. ഈ രീതിയിലാക്കി ആദ്യം എണ്ണയിൽ നിന്നും കോരി മാറ്റും. ഇങ്ങനെ ഒരു 4-5 എണ്ണ ആയിക്കഴിഞ്ഞാൽ അത് വീണ്ടും എണ്ണയിലേക്ക് ഇട്ടിട്ട് ചെറിയ തീയിലിട്ടിട്ട് കരികരിപ്പായി വറുത്തു വരും. ഇതേ നോക്കുക, ആ പാത്രത്തിൽ നിന്നും വിട്ടു വന്നു. ഇനി അതൊന്ന് തിരിച്ച് ഇട്ടിട്ട് ഇങ്ങനെയാണ് ആദ്യം ചെയ്യുന്നത്. ഫസ്റ്റ് പ്ലേറ്റിൽ നിന്ന് സ്വന്തമായിട്ട് തന്നെ അത് വിട്ട് വരും. ഒരു ഹാഫായിട്ട് അതിനെ ഫ്രൈ ചെയ്ത് മാറ്റും. അങ്ങനെ ഒരു 3-4 മുറുക്ക് റെഡിയായി കഴിഞ്ഞാൽ ഒന്നിച്ചിട്ട് അപ്പോൾ ചുറ്റിയത് കണ്ടല്ലോ മുറുക്ക്. അപ്പോൾ ആ ചുറ്റി വെച്ചാൽ ഡിസ്കോട് കൂടി തന്നെ, ആ ഒരു തട്ടത്തോട് കൂടി തന്നെ എണ്ണയിലേക്ക് ഇടുന്നു. അത് ആ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ഒരു പാകം. അത് കഴിയുമ്പോഴത്തേ അതായത് ഒരു പകുതി വേഗമായിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മുറുക്ക് എടുത്ത് മാറ്റാൻ പറ്റുന്നൊരു പാകമാണ്. അപ്പോൾ ആ വൈറ്റ് കളറിലെ മുറുക്കിനെ എടുത്ത് മാറ്റും. അങ്ങനെ ഒരു 10 എണ്ണം റെഡിയായി കഴിഞ്ഞാൽ ആ 10 മുറുക്കിനെയും തിരിച്ചെണ്ണയിലിട്ടിട്ട് ഒരു ചെറിയ തീയിലിട്ടിട്ട് നല്ല കരുവരുപ്പായിട്ട് വറുത്ത് പോരുകയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. നല്ല ക്ഷമ വേണം, നല്ല സ്കില്ലും വേണം. അപ്പം ചുറ്റാനും ആൾക്കാർ ധാരാളം ഉണ്ട്, ഇതറിയുന്ന ആൾക്കാർ. പിന്നെ വറുത്ത് കോരാനും അതിന് സ്പെഷ്യലൈസ് ചെയ്ത ആൾ തന്നെ ഇവിടെ നിന്ന് വറുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു പാകമാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായ പാകം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ കല്യാണ സീസൺ ആകുമ്പോൾ അല്ലെങ്കിൽ ഫംഗ്ഷൻസിനൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ പല അഗ്രഹാരത്തിലെ പല വീടുകളിലും ഇത്തരം ഒരു കുടിൽ വ്യവസായം പോലെ ഒരു സന്തോഷത്തിന് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ കല്യാണം വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഓർഡർ ചെയ്യും. പിന്നെ എത്ര 5 ചുറ്റ്, 7 ചുറ്റ്, 9 ചുറ്റ്, 11 ചുറ്റുള്ള മുറുക്ക് വേണം, തട്ട വേണം, ലഡു വേണം, വലിയ ലഡു, ചെറിയ ലഡു, അങ്ങനെ പല ഇത്. പിന്നെ എന്താ പറയുക,
ലഡു ഇത്. പിന്നെ റിബൺ പക്കാവട, അത് അതിരസം, അത് ചെറുതുകൊണ്ട് വലുതുകൊണ്ട് ഇങ്ങനെ ഈ മുറുക്കിൻ്റെ സൈസിലുള്ള. അപ്പോൾ ഇതെല്ലാം പാക്ക് ചെയ്ത് ഈ ബേസ് ബോർഡ് കണ്ടെയ്നേഴ്സിലാക്കി കൊടുത്തു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നമ്മളതും കണ്ടു, ഇവിടുത്തെ കാഴ്ചകളുടെ ഭാഗമായി. അങ്ങനെ നമ്മൾ പലഹാര വിശേഷങ്ങളും കണ്ടു കഴിഞ്ഞു. അപ്പം സുന്ദര പാണ്ഡ്യപുരത്തിൽ നിന്നും പോകാൻ സമയമാകുന്നു. ഇനി നമ്മൾ നേരെ തെങ്കാശി പട്ടണം ആ ഭാഗത്തേക്ക്